ഹലോ ഗൈസ്, പത്രമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അനാമിക രേവതിയും കൂടെ ഇങ്ങനെ വെളിയിലിരിക്കുന്ന സമയത്ത് കേട്ടോ നവ്യ നയനെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുന്നേ. അങ്ങനെ നവ്യയെ കാണുമ്പോഴത്തേക്കും ചുമ്മാ ഇരിക്കും. എന്നിട്ട് ഭയങ്കര ചൊറിച്ചിൽ കയറിയിട്ട് അനാമികയുടെ അമ്മ പറയുവാണ്, ഓരോരുത്തർ ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് വരുന്ന കണ്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ്. ഇത് കേൾക്കുമ്പോഴേക്കും നവ്യയെ വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. നവ്യ പറയുകയാണ്, ആരാ എന്താ ഒപ്പിച്ചതെന്നൊക്കെ എനിക്ക് ശരിക്കും അറിയാം. അന്ന് പായസം മാറ്റി ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്കൊക്കെ ഏകദേശം മനസ്സിലായി കാണുമല്ലോ. നീയൊക്കെ അതിൻ്റെ അകത്ത് ഓരോന്ന് ഒഴിച്ചിട്ട്. അതുപോലെ തന്നെ ഇപ്പോഴും സംഭവിച്ചതായിരിക്കും. എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ എന്നെയും കൂടെ കൊല്ലണം എന്നായിരുന്നു അതിൻ്റെ അകത്ത് വിഷം ചേർത്തോടെ ലക്ഷ്യം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും അനാമികയ്ക്ക് രേവതിക്ക് ചെറുതായിട്ടൊരു ടെൻഷനൊക്കെ ആവുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂർത്തിയുടെ ഭാര്യയും കൂടെ അങ്ങ് വരും കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ ഇതുവരെ ഈ പ്രശ്നം കഴിഞ്ഞില്ലേ ഇവിടെ? ഇതിനെപ്പറ്റി ഇനി കൂടുതൽ സംസാരമൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ നവ്യൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും അനാമിക പറയാണ്, അങ്ങനെ ഈ പ്രശ്നം വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല മുത്തശ്ശ. ഇവളുണ്ടല്ലോ, ഇവളിപ്പോൾ ഇതെല്ലാം കൊണ്ട് ഞങ്ങളുടെ തലയിലോട്ട് വെക്കാനിരിക്കുവാണ്. വല്യമ്മേനെ ആശുപത്രിയിലാക്കിയതും പോരാ, പാലിൽ വിഷം കലർത്തി. എന്നിട്ട് അവളത് ഞങ്ങളുടെ തലയിലും കൂടെ വെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നതെന്ന് ചോദിക്കുവാണ്. ഇത് കേൾക്കുമ്പോഴേക്കും മൂർത്തി സാറിന് ഭയങ്കര ദേഷ്യം വരുവാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞു അവളെന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല, സ്ഥാനത്തിന് മുതിർന്നവരാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും അനാമികയ്ക്ക് നല്ല കലിയും ദേഷ്യം വന്നിട്ട് പറയുകയാണ്, അവളും തന്നെ ഞാൻ വിളിക്കും എന്നിങ്ങനെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും മൂർത്തിക്ക് അടി കിട്ടിയ പോലെ ആവുകയാണ്. പക്ഷെ നല്ല ദേഷ്യപ്പെട്ട് നോക്കുക കേട്ടോ. നവ്യൊക്കെ അന്തം വിട്ട് വാ വിളിച്ച് നിൽക്കുവാണ്. രേവതി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും മൂർത്തി സാറ് പറയുന്നുണ്ട്, ഇതൊന്നും ഈ കുട്ടിയുടെ കുഴപ്പമല്ല, വളർത്തുദോഷം, അങ്ങനെ വളർത്തിയതിൻ്റെയാണ് ഈ കാണുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ രേവതിക്ക് അടി കിട്ടിയല്ലോ കേട്ടോ. അപ്പോൾ രേവതി പറയണം, അതൊന്നും അല്ല സാറേ, ഇവളെ വലിയ കാര്യമായിരുന്നല്ലോ ദേവയാനി ചേച്ചിക്ക് ഇങ്ങനെ ചെയ്ത് ഞങ്ങളാന്ന് പറഞ്ഞ് കേട്ടപ്പോൾ മൂക്ക് സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും അനാമിക അടുത്ത ഷോ കാണിക്കുവാണ്. അനാമിക പറയണേ, ഇങ്ങനെ ഇവിടെ ചെയ്യാത്ത കുറ്റത്തിന് ഓരോന്നും പറയുന്നതും കേട്ട് എനിക്കിവിടെ ജീവിക്കാൻ പറ്റത്തില്ലമ്മേ, വാ നമുക്കിവിടുന്ന് പോവാമെന്ന് പറയും കേട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്താ മോളെ ഈ പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും അനാമി പറയുന്നുണ്ട്, അമ്മയോടല്ലേ പറഞ്ഞ വരാമെന്ന്, എനിക്കിങ്ങനെ ചുമ്മാ ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കുന്നത് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവുക കേട്ടോ രേവതിനെ. അതേ സമയത്ത് നവ്യ മുത്തശ്ശനോട് സംസാരിക്കുന്നുണ്ട്. നവ്യ പറയുന്നുണ്ട്, എൻ്റെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട്. നയനെ പാല് കാച്ചിയത് എനിക്ക് വേണ്ടിയിട്ട്. അത് കുടിച്ചിരുന്നെങ്കിൽ എൻ്റെ ആ കുഞ്ഞും പോയേനേയും എൻ്റെ അവസ്ഥ ഏകദേശം തീർന്നേനേയും. പിന്നെ ഇപ്പോൾ ഇവളീ കാണിച്ച പോലെ എനിക്ക് എൻ്റെ വീട്ടിലോട്ട് തിരിച്ച് കയറി പോകാൻ പറ്റില്ല മുത്തശ്ശ. അത് അവിടെ ചെല്ലുമ്പോൾ അവരെന്നെ സ്വീകരിക്കുകയല്ലാഞ്ഞിട്ടൊന്നുമല്ല, ഇത്രയും കാശിൻ്റെ അഹങ്കാരമില്ല. ഞാൻ ചെല്ലുമ്പോൾ ആ വീട്ടുകാർക്ക് അത് ഒരുപാട് വിഷമമാവും, അത് ഓർത്തിട്ടാ എന്നിങ്ങനെ പറയുക കേട്ടോ. അതേ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, കാശുള്ളത് അഹങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, കാശുണ്ടായിട്ട് അഹങ്കരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വന്ന വഴിക്ക് തന്നെ പോവുകയും ചെയ്യും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അനാമിക പോകുമ്പോൾ മുത്തശ്ശി അവിടെ നിന്ന് മോളെ പോവല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ അഹങ്കാരം കാണിച്ചു പോകുന്നവരെ തിരിച്ച് വിളിക്കാൻ നോക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും കേട്ടോ. പക്ഷെ ഇതൊന്നും രേവതി അനാമികയും കേൾക്കുന്നില്ല. അവർ ഇങ്ങനെ വലിയ ഷോ കാണിച്ചങ്ങ് മാറിപ്പോവുക കേട്ടോ. എന്നിട്ട് രണ്ടുപേരും പരസ്പരം പറയുന്നുണ്ട്, ഇപ്പം പോവാന്ന് പറയുന്നത് കിളവനൊരു ഷോക്കായി കാണും, ആ ഷോക്കിനങ്ങേരങ്ങ് തട്ടിപ്പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവർ പയ്യെ വീട്ടിലോട്ട് വരുക കേട്ടോ. അപ്പോൾ വേണു ഇവരെ കാണുമ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അവിടെ ആകെ പ്രശ്നങ്ങളാണ്, എല്ലാവരും കൂടെ ഞങ്ങളുടെ തലയിലോട്ട് ഇടാൻ നോക്കി, അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വഴക്കുണ്ടാക്കി ഇങ്ങനെ ഇറങ്ങി എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും വേണു പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കിയാലേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ എത്തുള്ളൂ, അതുകൊണ്ട് അതെന്തായാലും നടക്കട്ടെ എന്ന് പറയും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും അനാമി പറയുന്നുണ്ട്, ഇന്ന് നവ്യ അവളെൻ്റെ മുഖത്ത് നോക്കിയാൽ ഓരോന്ന് സംസാരിച്ച്, ആ പാലിൽ വിഷം കുടിച്ച് അവൾ എവിടെയെങ്കിലും കിടക്കും എന്നോർത്ത് ഇപ്പം എൻ്റെ നേർക്ക് നിന്ന് വെല്ലുവിളിക്കാറായി, അച്ഛൻ എന്തേലും പെട്ടെന്ന് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും വേണു പറയുന്നുണ്ട്, നീ ഒന്ന് അടങ്ങ്, ഒരു 2 മാസം കഴിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ നോക്കാം, ഇപ്പം തൽക്കാലം ഒന്നും പറ്റില്ല, എന്തേലും കാരണവശാൽ നമ്മൾ പിടിക്കപ്പെട്ടാലേ പിന്നെ കോടതി ചെന്നിട്ട് നിന്നെ താലി കെട്ടിയതാണെന്നും നീ കുടുംബത്തിലാണെന്നൊന്നും പറഞ്ഞാലൊന്നും നഷ്ടപരിഹാരമായിട്ട് ഒരു പോലും കിട്ടുകയില്ല. നമ്മളുടെ ഭാഗത്തൊരു ന്യായവും നീതി ഇല്ലാത്തടത്തോളം ഒരു കോടതി നമ്മളെ സഹായിക്കാനും പോണില്ല. അപ്പോൾ തൽക്കാലം നീ എന്തായാലും അടങ്ങ്, അച്ഛന് പിന്നെ പലിശക്കാരന് കൊടുക്കാൻ കുറച്ച് ക്യാഷ് വേണം, അത് മോൾ എങ്ങനെയും ഒന്ന് സ്വർണം വെച്ച് ഒപ്പിച്ച് തരണമെന്ന് പറയും കേട്ടോ. അപ്പോൾ അനാമി പറയുന്നുണ്ട്, എൻ്റെ സ്വർണ്ണമൊന്നും വെച്ച് തരാൻ പറ്റില്ല, ആ ക്യാഷ് ഞാൻ ആ വീട്ടിൽ നിന്ന് എങ്ങനെയും അച്ഛനെടുത്ത് തന്നേക്കാം, എന്തായാലും ഇപ്പോൾ തൽക്കാലം സമാധാനപ്പെട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുക. അത് കഴിയുമ്പോൾ വേണു
രേവതിയോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി എല്ലാം ഒന്ന് അന്വേഷിക്കണം. അന്വേഷിച്ചില്ല കണ്ടില്ല എന്ന് വേണ്ട, അന്വേഷിക്കുക മാത്രമല്ല എല്ലാവരും ഒന്ന് വീണ്ടും കയറ്റിയിട്ടും കൂടെ വരണം എന്ന് പറയുക കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന അനീനെയാണ്. അനി ആശുപത്രിയിൽ വല്യമ്മയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വരുമ്പം അനാമിക വീട്ടിൽ വന്നേ പിന്നെ വീട്ടിലൊരു സമാധാനം ഇല്ല എന്നൊക്കെ പരാതി പറയുക കേട്ടോ നയനയോട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദർശം അങ്ങ് വരുന്നുണ്ട്. ആദർശം പറയുന്നുണ്ട്, മുത്തശ്ശൻ നിന്നെ അങ്ങ് വിളിച്ചു, അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയും കേട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ട്, ആ വീട്ടിൽ സമാധാനം ഇല്ലാഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നേ, എന്തായിരിക്കും ഇപ്പോൾ വിളിച്ചത്, ഞാനിപ്പോഴാണല്ലോ പോകുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, അതറിയില്ല, എത്രയും പെട്ടെന്ന് നീ അങ്ങ് ചെല്ലണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് പറയുക. അങ്ങനെ അനി അവിടെ നിന്ന് പോവുകയാണ്. അത് കഴിയുമ്പോൾ ആദർശ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ. അതേ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അഹങ്കാരം കാണിച്ച് ഇറങ്ങിപ്പോയവരെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുവാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എങ്കിലും അനിയുടെ ജീവിതമല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശൻ പറയാണ്, ആ കുട്ടി വേണ്ടായിരുന്നു ഈ വീട്ടിലോട്ട്, നന്ദു മതിയായിരുന്നു എന്നുള്ള രീതിയിൽ പറയുക കേട്ടോ. എങ്കിൽ ഇത്രയും വലിയ കുഴപ്പങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനി മുറിയിലോട്ട് വരുന്നത്. അനിയെ കാണുമ്പോഴത്തേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, മോനെ ഒരു പ്രശ്നമുണ്ട്, നിൻ്റെ ഭാര്യ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറയുക കേട്ടോ. അപ്പോഴത്തേക്കും അനി പറയണം, ഓ ഇതിനായിരുന്നു മുത്തശ്ശൻ അത്യാവശ്യമായിട്ട് എന്നെ വിളിച്ചു വരുത്തിയത്, ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്, അവളെ എനിക്കോ ഈ കുടുംബത്തിനോ യോജിച്ച മരുമകളല്ല, അത് കല്യാണത്തിന് മുമ്പേ എനിക്കറിയാമായിരുന്നു, പിന്നെ വിധി എന്ന് പറയുന്നതുണ്ടല്ലോ, അതെന്തായാലും അതുപോലെ തന്നെയല്ലേ നടക്കുള്ളൂ മുത്തശ്ശ എന്ന് പറയും കേട്ടോ. ഇതൊക്കെ മുത്തശ്ശനും ചെറിയ വിഷമമാവുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കാൻ വിട്ടുപോയി, ദേവയാനിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അനി കള്ളം പറയുവാണ്, കുഴപ്പമില്ല മുത്തശ്ശ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ എടുത്തടിച്ചോളി വയ്ക്കുവാണ്. ആദർശും ജയനും പറഞ്ഞോ അങ്ങനെ പറയാമെന്ന്, ഞാൻ ഡോക്ടറെ വിളിച്ചിരുന്നു, കുറച്ച് ക്രിട്ടിക്കലാണല്ലേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും അനി പറയാണ്, അതേ മുത്തശ്ശ, പക്ഷേ നയനേച്ചി പാല് കൊടുത്തിട്ടാ അതിൽ വിഷം കലർന്നിട്ടാ എന്ന് പറഞ്ഞ് പലരും കുറ്റപ്പെടുത്താനുണ്ടാവും, മുത്തശ്ശൻ എന്തായാലും അത് സപ്പോർട്ട് ചെയ്യരുത്, എൻ്റെ അമ്മ ഉൾപ്പെടെ കാണും എന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോവുക കേട്ടോ. ഇതെല്ലാം കണ്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും ആകെ വിഷമമായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അത് കഴിയുമ്പോൾ ഡോക്ടർ ആദർശിനെ വിളിച്ചിട്ട് ദേവയാനിക്ക് എത്രയും പെട്ടെന്ന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തണമെന്ന് പറയും കേട്ടോ. AB നെഗറ്റീവ് ബ്ലഡ് വേണം, റയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് അത് എവിടെയും കിട്ടാനില്ല, എങ്ങനെയാലും നിങ്ങളത് എത്രയും പെട്ടെന്ന് സംഘടിപ്പിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണ്. ഇതിനു മുമ്പ് ഈ ഹോസ്പിറ്റലിൽ ഈ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ആവശ്യം വന്ന സമയത്തൊക്കെ ഒന്നെങ്കിൽ വല്ലോ സന്നദ്ധ സംഘടനയിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ പറഞ്ഞാണ് ഒപ്പിച്ചിരുന്നത്. അതുകൊണ്ട് പ്രതീക്ഷിക്കുന്ന അത്രയും പെട്ടെന്ന് ആ ബ്ലഡ് ഗ്രൂപ്പ് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല, എത്രയും പെട്ടെന്ന് അച്ഛനെ അറിയിക്കാൻ പറയുക കേട്ടോ. അങ്ങനെ ആദർശ് ഇത് കേട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, വേറെ മാർഗ്ഗമൊന്നുമില്ല ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ, വേറെ മാർഗ്ഗമൊന്നുമില്ല, ബ്ലഡ് ബാങ്കിലും ഇല്ല, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്ന് പറയും കേട്ടോ. അത് കേട്ട് ആദർശ് ആകെ ടെൻഷൻ അടിച്ച് പുറത്തേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ ഡോക്ടർ പിന്നെ എന്തോ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്